രാവിലെ ഇപ്പോൾ ഒരു 8:30 മണിയായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കഴിച്ച് ഫ്രഷായി പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. മാമൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവനാണെങ്കിൽ അനിയനാണെങ്കിൽ നിറഞ്ഞെന്നുള്ള ഒരിതാണ് കേട്ടോ. എന്തോ അതിനെ പറയുന്നത്, സംതൃപ്തി ശരിയാണ്. അപ്പോൾ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഒരു 8:30 മണിയായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കഴിച്ച് ഫ്രഷായി പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. മാമൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവനാണെങ്കിൽ അനിയനാണെങ്കിൽ അവൻ ഡ്യൂട്ടിക്ക് പോയി. അവനിപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയവനാണ്, എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇന്നലെ തളർന്ന് ഒരു പരുവായി ഗൈസ്. വന്ന് കിടന്ന് ഓപ്പാട് വന്നു നടന്ന് എൻ്റെ വീണ്ടല്ല എവിടെ കൊണ്ടുപോയി, അവൻ ബീച്ചിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കഴിച്ച് നമുക്ക് നേരെ ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകും. ലെറ്റ്സ് ഗോ. തന്നെ നല്ലൊരു പ്രഭാതം കാണുകയാണ് സുഹൃത്തെ. ഒരു നല്ലൊരു ഞായറാഴ്ചയായിട്ട്. സാധാരണ ഞായറാഴ്ചകളിൽ ഞാൻ രാവിലെ കഴിക്കാറില്ല സുഹൃത്തുക്കളെ. ഇന്നിവിടെ ആയതുകൊണ്ട് ഞാൻ രാവിലെ കഴിച്ച് പുറത്തഴിച്ച് രാവിലെ ഫ്രഷായി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് ഫസ്റ്റ് അതാണ് പരിപാടി. അപ്പോൾ ഞാൻ ഷോപ്പിലോട്ട് പോകണം സുഹൃത്തുക്കളെ. കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സുഹൃത്തുക്കളെ. നോക്ക് സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണും സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളൊരു പുട്ടും കടലക്കറി ഓർഡർ ചെയ്ത് നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കടലക്കറിയും കൂടി മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ ഞാൻ കഴിച്ചിട്ട് വരാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അങ്ങനെ മാമൻ്റെ കൂടെ ഞാൻ തിരിച്ച് അവൻ്റെ അടുത്ത് പോവുകയാണ്, അനിയൻ്റെ അടുത്തേക്ക്. അവൻ അവിടെ കടയിലുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് ഞാനൊരു ബ്ലാക്ക് കോഫിയും വാങ്ങിച്ച് ഇത്തോട്ട് അതും കുടിച്ച് നേരെ ഇനിയിപ്പം അവൻ്റെ അടുത്തേക്ക് പോകാം. അതിൻ്റെ ഇടയിൽ മാമൻ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ സുഹൃത്തുക്കളെ, നേരെ നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം സുഹൃത്തുക്കളെ. ഗൈസ്, അങ്ങനെ അവൻ തിരക്കിലാണ്. അപ്പോൾ അവനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഞാനെന്ത് ചെയ്ത് അവൻ്റെ അവിടെ കുറേ നേരം നിന്നിട്ട് പിന്നെ നമ്മുടെ മുകേഷ് ഏട്ടൻ ഇവിടെ അടുത്ത് ഉണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ 1 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് നടക്കാൻ. 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 1 കിലോമീറ്റർ ഞാൻ നടന്ന് വന്നേ കേട്ടോ. 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ പയ്യെ നടക്കാം. നല്ല ചൂടുമുണ്ട്. മനുഷ്യനാണെങ്കിൽ വിയർത്ത് കുളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും മുകേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോകാൻ സുഹൃത്തുക്കളെ. അപ്പോൾ പയ്യെ നടന്നങ്ങ് പോകണം. ഈ പറഞ്ഞ പോലെ 1 കിലോമീറ്റർ ഉണ്ടോ, 7 കിലോമീറ്റർ നടന്നിട്ട് തീരണമില്ല ഇവിടെ. എന്തായാലും നമുക്കെന്തായാലും പോയി മുകേഷ് ഏട്ടനൊന്ന് കാണാം ഗൈസ്. പറഞ്ഞ വഴിക്ക് കണ്ട ഇതാണ് ഡേറ്റ്സ് കണ്ടോ, നല്ല പച്ച ഡേറ്റ്സ് ഫുള്ള്. നല്ല ചൂടുണ്ട് ഗൈസ്. ഗൈസ് ഉച്ചിയിലടിക്കണ വെയിൽ ഗൈസ്, പഴുക്കണേ നിന്ന്. ഹലോ എവിടാ? ഹലോ എവിടാ? ഇനിയൊരു 100 മീറ്ററും കൂടി ഉണ്ട് സുഹൃത്തുക്കളെ. 100 മീറ്റർ 110 മീറ്റർ ആയിട്ടുണ്ട്. ആളെ വിളിച്ചു നോക്കിയിട്ട് ആൾ പുറത്തിറങ്ങാന്നാണ് പറഞ്ഞത്. ഇതുവരായിട്ട് കാണാനില്ല. എന്തായാലും ഞാൻ നടന്ന് പിണ്ടായിട്ടുണ്ട്. 2 കിലോമീറ്റർ നടന്നു. ഈ 2 ദിവസം കൊണ്ട് വല്ലാത്ത നടത്തമാണല്ലോ ഇവിടെ. പുള്ളി എവിടെയാണ് തോന്നുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ കലാകാരൻ അവിടെ നിന്ന് നടന്നു വരികയാണ് ഗൈസ്. അങ്ങനെ നടത്തിട്ട് നമ്മളെ മരണം കാണിച്ചു സുഡാനി. ഞാൻ എന്തായാലും കാണിച്ചു. നിങ്ങൾ എവിടെ പോണ്? ഷൂസൊക്കെ ഇട്ട് സുഖാണ്? അങ്ങോട്ട് കയറണ്ടല്ലോ.
നാട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അടുത്ത നാട്ടിൽ പോകണല്ലേ? എല്ലാരും കാണാൻ പറ്റിയല്ലേ നാട്ടിൽ പോകുന്നതിന് മുമ്പേ? സുബീഷേട്ടനെ കാണാൻ പറ്റി. സുബീഷേട്ടനെ കണ്ട് ഇതേപറ്റി കണ്ടില്ലേ? 13-ാം തീയതി സുബീഷേട്ടൻ പോണ്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മളെ മുകേഷ് ചേട്ടൻ്റെ വില്ല. സ്വന്തം വില്ലയാണ് കേട്ടോ. ഓഹോ, എന്തായാലും നാട്ടിൽ പോവല്ലേ? എന്തത് പരിപാടി? അവിടെ കയറിയിട്ട് എന്തേ എന്തേ നീ എങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെ വന്നിരിക്കണേ? അതൊക്കെ ഒരവസ്ഥയായിരുന്നു ഗൈസ്. ഇത് നേരെ അവിടുന്ന് ജനങ്ങൾ വന്നാതെ വീഡിയോ ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു കണ്ടന്റും ഇല്ലല്ലേ? വണ്ടി അടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. വണ്ടി അടിച്ചല്ലോ പിടിച്ചാണോ? വെള്ളം കുടിക്കുകയാണ് ഗൈസ്. ചൂടിൻ്റെ അതികഠിനമാണ് ചൂട് ഗൈസ്. ഇവിടെ എല്ലായിടത്തും ഇതേപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് തണുത്ത വെള്ളം വരും ഗൈസ്. ഓ അമ്മേ, ഉയിര് പോണ ചൂട് ഗൈസ്. ഇത് നോക്കിയേ, ഞാനന്ന് സാധ്യത കയറിയതിൻ്റെ വീഡിയോ തന്നെ 1000-ന് മേലെ പറേ മനുഷ്യ ജീവന് ഇതൊക്കെ എഴുതി വെക്കാവുന്ന ഇതുകളാ. അതൊന്നും ഇനി പറഞ്ഞു എഴുതി വെക്കാനുള്ള വാക്കുകളാണെന്ന് സുഹൃത്തുക്കളെ. മനുഷ്യന് എന്തെന്ന് വേണമെന്ന് നീ മിണ്ടാണ്ട് പോയെന്ന് ഉണ്ടാണോന്നോ? ഒരു വട്ടേ പറയുള്ളൂ. മനുഷ്യന് എന്തെന്ന് പറഞ്ഞല്ലേ? മനുഷ്യൻ ഉണ്ടയാണ്, ഉണ്ട. അയ്യോ 12 മണിയായി സുഹൃത്തുക്കളെ. ഇനി ഇവിടെ നിന്ന് നേരെ എനിക്കിനിയിപ്പം അജുമാനി പോണ്ടേ. അങ്ങനെ നമ്മളെന്തേ ചുറ്റിക്കറങ്ങി ഇപ്പം എത്ര മണിയായെന്നറിയോ? 12:15. ഇനി ഊണ് സമയമായിട്ടുണ്ട്. മുകേഷ് ചേട്ടൻ ചോദിച്ചാൽ എന്താ കഴിക്കാൻ വേണ്ടത്, ബിരിയാണി വേണോ ഊണ് വേണോ എന്ന് ചോദിച്ചു. നമുക്കെന്ന് ഊണ് തന്നെയാ പ്രിയം. ബിരിയാണിയൊക്കെ വിട്ട് മക്കളെ, എന്നെ കൊണ്ട് പറ്റില്ല. നമുക്കെന്തായാലും നല്ലൊരു ഊണ് കഴിക്കാം. മുകേഷ് ചേട്ടൻ എന്താ പറയുന്നത്? അപ്പം നമ്മൾ നല്ലൊരു ഊണ് കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഏതോ ഒരു കട ഉണ്ടെന്ന് പറയാനായിട്ട് അവിടെ ഇതിലോട്ടാണ് നമ്മൾ പോകണ്ടേ. ഫുഡ് പാനിലെ ഫുഡ് അടിപൊളിയാണെന്ന് എൻ്റെ ഒരു അനിയനും പറഞ്ഞു. അല്ല, അവനും പറഞ്ഞു, അനിയനും പറഞ്ഞു ഫുഡ് പാനിൽ ഇന്നലെ അവനും പറഞ്ഞു നല്ല ഫുഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് പാനിൽ പോയിട്ട് നല്ലൊരു ഊണ് കഴിക്കാം സുഹൃത്തുക്കളെ. എന്തായാലും ഊണ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഷോപ്പിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഫുഡ് പാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഫുജറ ഇതാണ് ഷാർജ ഇസ്ലാമിക് ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ് ഫുഡ് പാൻ റെസ്റ്റോറൻറ്റ്. നമുക്ക് അവിടെ പോയി നല്ല ഊണ് ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കാം. എന്നിട്ട് ഞാൻ ഇവരെ ഊണിനെ പറ്റി പറയാം ഗൈസ്. നമുക്ക് എന്തായാലും എൻ്റെ അമ്മോ, ഓണസദ്യ 32 തറംസ. എന്തരടാ ഇത് കൊടുക്കണ? ഓണത്തിൻ്റെ ഓണസദ്യ എൻ്റെ അമ്മേ 32 തരം പടച്ചോനേ. അങ്ങനെ ഇലയിട്ട് സുഹൃത്തുക്കളെ. ഗൈസ്, നല്ല നാരങ്ങ അച്ചാർ. ലേശ ചമ്മന്തി, തോരൻ, ചമ്മന്തി, അച്ചാറ്, മുളക്, പിന്നെ ചോറ് വെച്ചോ. ഇതെന്താ പുളിശ്ശേരിയാ? പുളിശ്ശേരി ഉണ്ടോ? മാമ്പഴ പുളിശ്ശേരി. അത് ഇതിനായിട്ട് കഴിക്കാൻ പറ്റില്ല സത്യമായിട്ട്. അതെനിക്ക് എവിടെ പോയിട്ട് കിട്ടിയില്ല. ഒഴിച്ചോ എല്ലാം ഒഴിച്ചോ. സാമ്പാർ, അവിയൽ, പുളിശ്ശേരിയാണൊക്കെ തന്നെ. മീൻകറി,
ഓ എല്ലാം കൂടി മിക്സായി. ഇങ്ങനെ മിക്സ് ചെയ്യുക. മീൻകറി ഇങ്ങനെ സാമ്പാർ കൂടി മിക്സ് ചെയ്ത് ലേശം ഈ മുളകുണ്ടല്ലോ ഇങ്ങനെ പൊട്ടിക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തോ എന്നിട്ട് മുളകും ഇട്ട് ലേശം ഈ കറി ഇങ്ങനെ ഇളക്കുക കുഴച്ചെടുക്കുക. ലേശം പുളിപ്പിന് വേണ്ടി നമ്മൾ ഇത് കൂടി കാണിച്ച് അച്ചാർ കൂടി ഇടുക. അച്ചാർ മിക്സ് ചെയ്ത പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുട്ട പൊടി സാധനം കുറച്ച് അവിയലോട് മിക്സ് ചെയ്യുക. ഇന്നൊരു മീനിൻ്റെ പീസ് എടുക്കുക. കുടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഗൈസ് അങ്ങനെ ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് പായസം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് പപ്പടവും പൊടിച്ചിടുക, മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പായസം ഇല ഒഴിച്ച് കഴിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ അറിയില്ല. അല്ലേ മുകേഷ് ചേട്ടാ? അല്ലേ? സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇല മടക്കി വയ്ക്കണം. എങ്കിലേ നമ്മൾ സദ്യ എന്താ പറയുന്നത്, എങ്കിൽ നമുക്ക് അത് തൃപ്തിയായി. സദ്യ കഴിച്ച് നമ്മൾ തൃപ്തനായി, മനസ്സ് തൃപ്തിയായി, വയറും നിറഞ്ഞെന്നുള്ള ഒരിതാണ് കേട്ടോ. എന്താ അതിനെ പറയുന്നത്? സംതൃപ്തി ശരിയെന്ന്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് കഴിച്ചു ഇതും പറഞ്ഞിട്ടൊരു ലെമൺ ജ്യൂസ് കൂടി വാങ്ങിച്ചു. അതും കൂടി കുടിച്ചപ്പോൾ വലിച്ചു ചത്തി ഗായ്സ്. അങ്ങനെ ഞാൻ സദ്യ കഴിച്ച് ഞാൻ മുകേഷ് ചേട്ടൻ അത്യാവശ്യം നല്ല സദ്യയല്ലേ. എന്നാലും ദേപ്പുട്ട് കൊള്ളായിരുന്നു കേട്ടോ. ദേപ്പുട്ടിൻ്റെ അത്ര ഇല്ല കേട്ടോ. എന്തായാലും ഇത് ഒരു ആവറേജ് ഒരു സദ്യ. പിന്നെ ഇവിടെ 32 ദിർഹംസിന് ഓണസദ്യ ഉണ്ട് ഗായ്സ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എത്രാം തീയതി കൊടുക്കുന്നത്? തിരുവോണത്തിൻ്റെ അന്ന് 32 ദിർഹംസിന് സദ്യ ഉണ്ട് ഗായ്സ്. അത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇങ്ങ് വരെ വരണം. അതുകൊണ്ട് ഞാൻ വരില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ വന്ന് കഴിച്ച്, ഫുജിറയിലുള്ള ആൾക്കാരാണെങ്കിൽ വന്ന് കഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും സുഹൃത്തുക്കളെ. എന്തായാലും ഞാനിനി ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു മണിയായി, 2-2:30 ആകുമ്പോൾ ഇറങ്ങണം. ഇറങ്ങിയാലേ ഞാനൊരു 4 മണി 5 മണിയാകുമ്പോൾ അവിടെ എത്തുള്ളൂ, അജ്മാൻ എത്തുള്ളൂ. നാളെ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്കും പോകണം. അപ്പം നമുക്ക് ഞാൻ എന്തായാലും മുകേഷ് ചേട്ടനെ കൊണ്ടാക്കിയിട്ട് നേരെ ഇനിയിപ്പം റൂമിലേക്ക് പോകും സുഹൃത്തുക്കളെ. ഞാനങ്ങൾ പോകാൻ വേണ്ടി ബസ് കയറി. ഈ ഷാർജ ബസ്സിലാണ് ഞാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഇതിൽ കയറിയിട്ട് നേരെ ഇനിയിപ്പം ജുബൈലി ബസ് സ്റ്റേഷനിലാണ് ഇറങ്ങണം. അവിടെ നിന്ന് അജ്മാൻ ബസ് കയറി നേരെ നമ്മൾ പോണേൻ്റെ കംഫർട്ടായ സീറ്റിലേക്ക് ടോട്ടലി എത്ര ദിർഹംസ് ആയിരുന്നു? ഇവിടുന്ന് 27 ദിർഹംസ് ആയിരുന്നു. അവിടത്തേക്ക് സീറ്റ് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. താക്കി ചെയ്ത് കിടന്നങ്ങ് പോവാൻ സുഹൃത്തുക്കളെ. സൂപ്പർ സീറ്റ്. എന്തായാലും ഞാൻ ഇത് നേരെ അവിടെ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സുഹൃത്തുക്കളെ.
This machine is not good. Not working. Guys, hurry up. നമ്മളൊരു സുഹൃത്തുക്കളെ നമ്മളൊരു വെള്ളം എടുത്ത് നമ്മളങ്ങനെ ഇപ്പോൾ ഷാർജയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഷാർജയിൽ നിന്ന് അജ്മാനിലേക്ക് പോകണം. അപ്പോൾ അജ്മാൻ ബസ് അവിടെ കിടപ്പുണ്ട്. നേരെ അജ്മാൻ ബസ്സിൽ കയറിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ എത്ര മണിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവിടെ നിന്ന് 4:30 മണിക്ക് ഞാൻ ഇറങ്ങിയതാണ്. ഇതിനൊക്കെ പണ്ടാരം അടങ്ങി. ഗായ്സ്, അങ്ങനെ ഷാർജയിൽ നിന്ന് ഞാൻ ബസ് കയറി അജ്മാനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര 8 മണിയാവാറായി. ഫുള്ള് ട്രാഫിക്കാണ്, ഫുൾ ഏരിയ മൊത്തം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പം അജ്മാനിൽ നിന്ന് നേരെ അജ്മാൻ ജാർഫിലോട്ട് പോകണം. അവിടത്തേക്ക് കയറ്റി നമുക്ക് ബസ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനിപ്പോൾ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ എടുക്കും. ഇപ്പോൾ ഒരു ബസ് പോയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജർഫ് ബസ് കയറി നേരെ കമ്പനിയിലേക്ക് പോകാം സുഹൃത്തുക്കളെ. എൻ്റെ മോനെ 4:30 തൊട്ട് ബസ് കയറാൻ തുടങ്ങിയത് ഇതുവരെയായിട്ട് കയറി തീർന്നില്ല. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അങ്ങനെ നീണ്ട യാത്രയിൽ ഞാനങ്ങനെ റൂമിലെത്തിയില്ല, കമ്പനിയുടെ പുറത്തെത്തി ഗായ്സ്. 3 ബസ് കയറി ഗായ്സ്, 3 ബസ് കയറി. സമയം 9:05. 4:30 മണിക്ക് ഞാൻ ഫുജറയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഷാർജയിൽ വന്ന് ഷാർജയിൽ നിന്ന് നേരെ അജ്മാൻ ബസ് എടുത്ത് അജ്മാൻ ബസ്സിൽ നിന്ന് നേരെ ജറഫിലെത്തി സുഹൃത്തുക്കളെ. എന്തായാലും അവിടെ പോയിട്ട് ഞാൻ കണ്ടത് മുകേഷേട്ടനെയും കണ്ട്, പിന്നെ അനിയനെയും കണ്ട്. അവരൊക്കെ ഒരുപാട് നാളായി കണ്ടിട്ട്. അപ്പോൾ അവരെയും കണ്ട്, മുകേഷേട്ടനെ കണ്ട്. മുകേഷേട്ടനെ നാട്ടിലോട്ട് പോവേണ് ലീവായിട്ട്. അപ്പോൾ പുള്ളിയെ കണ്ട്, പുള്ളി ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ യാത്ര അടിപൊളിയായിരുന്നു സുഹൃത്തുക്കളെ. അതേ കണക്ക് ഇനിയും ഇതേ കണക്കത്തെ വെറൈറ്റി വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.